+1 മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഇന്ന്. രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായിരിക്കെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഇന്നു മുതൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മൂന്നാം ഘട്ടത്തിൽ അവസരം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെ അഡ്മിഷൻ നേടാം. 82,446 പേരുള്ള മലപ്പുറത്ത് 50,000 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. ജില്ലയിലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നൽകിയാലും 15,096 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശങ്ക തുടരുകയാണ്. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി, മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം 15,000 വിദ്യാർത്ഥികൾ അവശേഷിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ പറയുന്നത് അൺഎയ്ഡഡിൽ ഈ വിദ്യാർത്ഥികൾക്ക് പഠിച്ചൂടെ എന്നാണ്. ഇന്നിപ്പോൾ പ്രതിഷേധം ശക്തമാകാനാണോ സാധ്യത? അരുൺ, പ്രതിഷേധം ശക്തമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അരുൺ അവസാനം പറഞ്ഞ ആ ഭാഗത്ത് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കാരണം അൺഎയ്ഡഡ് സീറ്റ് കൂടി കഴിച്ചതിന് ശേഷമാണ് 15,000 എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സാഹചര്യം എന്നുള്ളത്. നമുക്ക് അതിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിലെ 82,446 വിദ്യാർത്ഥികളാണ് ഇത്തവണ +1 അപേക്ഷ നൽകിയത്. അതിൽ മലപ്പുറം ജില്ലയിൽ മെറിറ്റിൽ ആകെ ഉള്ളത് 50,080 സീറ്റുകളും. ഈ 50,080 സീറ്റുകൾ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ 50,036 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകി കഴിഞ്ഞു. ഇനി മെറിറ്റിൽ ആകെ ഉള്ളത് 44 സീറ്റുകൾ മാത്രമാണ്. ഈ മെറിറ്റിൽ 44 സീറ്റുകൾ ശേഷിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 32,410 വിദ്യാർത്ഥികളാണ്. മെറിറ്റിൽ 44 സീറ്റുകൾ മാത്രം ഉണ്ടാകുമ്പോൾ ശേഷിക്കുന്നത്. ഇനി ആ മെറിറ്റും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയും മാനേജ്മെന്റ് കോട്ടയും മറ്റ് സംവരണ കോട്ടകളും റിസർവ് കാറ്റഗറി മുഴുവൻ ഉൾപ്പെടുത്തിയാലും അതിൽ 6,437 സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇത് ഉൾപ്പെടുത്തിയാലും 1,00,000 വിദ്യാർത്ഥികൾ, കൃത്യമായി പറഞ്ഞാൽ 25,973 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിലുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് അവർ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ഇല്ലെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ ഇനി അഥവാ സർക്കാർ വിദ്യാഭ്യാസം സൗജന്യമായി നൽകാത്ത സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സീറ്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ നിലവിൽ മലപ്പുറം ജില്ലയിൽ ശേഷിക്കുന്നത് അൺഎയ്ഡഡ് സീറ്റുകൾ എന്ന് പറയുന്നത് 10,877 സീറ്റുകളാണ്. ഈ 10,877 സീറ്റുകളും അൺഎയ്ഡ് കൂടെ കൂട്ടിയാൽ പോലും 15,096 അഥവാ 82,446 15,096 വിദ്യാർത്ഥികൾക്ക് ഒരിടത്തും +1 സീറ്റ് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇനി മറ്റ് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതൊരിക്കലും +1 പകരമല്ല എന്നുള്ള പോളിടെക്നിക്കും ITI കോഴ്സുകളും ഉൾപ്പെടെ നോക്കിയാലും VHS ഉൾപ്പെടെ നോക്കിയാലും മലപ്പുറം ജില്ലയിലുള്ളത് 5,000-ൽ താഴെ സീറ്റുകളാണ്. അത് കൂട്ടിയാലും 10,000-ലധികം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിലാണ് ഇനി സർക്കാർ ഉത്തരം നൽകേണ്ടത്. നിയമസഭയിലടക്കം പലതരത്തിലുള്ള കണക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിത്വത്തിൽ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നുള്ളത് ഇത്തരത്തിൽ അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലടക്കം ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിയമസഭയിൽ എത്തിയപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങളില്ല, മലപ്പുറം ജില്ലയിലടക്കം സീറ്റുകൾ ബാക്കിയാണ് എന്ന് വ്യക്തമാക്കി. പക്ഷേ ഓരോ അലോട്ട്മെന്റിന്റെ കണക്കുകളും സർക്കാർ തന്നെ സൈറ്റുകളിൽ ഔദ്യോഗികമായി നിൽക്കുമ്പോൾ അതിരൂക്ഷമായ ജില്ലയിൽ സീറ്റ് പ്രതിസന്ധി തുടരുന്നു. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും വിദ്യാർത്ഥികളുടെ കണ്ണീരിനാണ് നമ്മൾ സാക്ഷിയാകേണ്ടി വരിക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ അഥവാ ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ താൽക്കാലിക അഡ്മിഷൻ നേടി അടുത്ത അലോട്ട്മെന്റുകൾ കാത്തിരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ തന്നെ ഈ അലോട്ട്മെന്റോടുകൂടി ഏതെങ്കിലും ഒരു സ്കൂളിൽ നിർബന്ധമായും അഡ്മിഷൻ നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ അപേക്ഷ നൽകാൻ പോലും സഹായിക്കില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. സ്വാഭാവികമായും ഉയർന്ന മാർക്ക് നേടിയാൽ പോലും ഇഷ്ടമുള്ള വിഷയമോ വിദ്യാലയമോ ലഭിക്കാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളെ മലപ്പുറം ജില്ലയിൽ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നു. കാരണം ആദ്യഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ 15,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ താൽക്കാലിക അഡ്മിഷൻ നേടിയത്. കാരണം അവർക്കൊന്നും അവർ ആഗ്രഹിച്ച വിഷയമോ വിദ്യാലയമോ ലഭിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അവർക്ക് അവസരം ലഭിക്കാത്തതോടെ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുക എന്നുള്ള ഗതികേടിലേക്ക് ആ കുട്ടികളെ തള്ളിവിടുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അരുൺ, ഓക്കെ, ഹഷ്കർ സൂചിപ്പിച്ചതുപോലെ 15,000-ഓളം വിദ്യാർത്ഥികളാണ് മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും അൺഎയ്ഡഡ് സ്കൂളുകളെ കൂടി പരിഗണിച്ചതിന് ശേഷവും ബാക്കി നിൽക്കുന്നതെങ്കിൽ ആ ആശങ്ക ചെറുതായ ആശങ്കയല്ല. എന്തായാലും സർക്കാർ അധികമായിട്ടുള്ള ബാച്ചുകൾ അനുവദിച്ചേ മതിയാകൂ. മിനിമം അധിക ബാച്ചുകളെങ്കിലും താൽക്കാലികമായെങ്കിലും അനുവദിക്കുകയാണ് വേണ്ടത്. കൂടുതൽ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് കൂടുതൽ വിദ്യാർത്ഥികളെ ക്ലാസ് റൂമിലേക്ക് തിരികെ കയറ്റുകയല്ല വേണ്ടത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.